സാന്ദർഭികമായി അറിയിക്കുകയാണ്. ഇപ്പോൾ നാട്ടിൽ ക്ലാസ് നടക്കുന്നുണ്ട്, വെള്ളിയാഴ്ചയൊക്കെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലൈവ് അതിൻ്റെ ലിങ്ക് വരും. ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ല, അതിൽ പലരും തുടങ്ങി. ഈ യൂട്യൂബിലൊക്കെ ഒരു വിഷയം എന്ന് വെച്ചാൽ അതിൽ പരസ്യം സ്വീകരിച്ചിട്ട് അതിന് പൈസ ഉണ്ടാക്കുന്ന ഏർപ്പാടുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് നമ്മളത് ചെയ്യാൻ പാടില്ല. കാരണം അതിൽ കാശുണ്ടാക്കാന്ന് വെച്ചാൽ നമ്മളെ വ്യൂവേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചൊക്കെ കാശ് കിട്ടും. പക്ഷെ നമ്മളത് വേണ്ട എന്ന് വെച്ചൊരു വിഷയമാണ്. അത് വേറെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസും ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരസ്യം ഇടുന്നുണ്ട്. അതെനിക്ക് പൊരുത്തല്ല എന്ന് അറിയിക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ദയവത്ത് ചെയ്തോളൂ. പക്ഷെ അതെന്ത് ചെയ്യരുത്, യൂട്യൂബുകാരെ പൈസ ഒന്നും ഹലാലാവില്ല. ഒന്ന് അവർക്ക് കിട്ടണത് ഈ മ്യൂസിക്കൊക്കെ ഉപയോഗിക്കുന്ന കമ്പനികളുടെയും ഏതെങ്കിലും പെണ്ണുങ്ങളൊക്കെ വെച്ച് പരസ്യം ചെയ്യുന്ന കമ്പനികൾ കൊടുക്കുന്ന പൈസയാണ്. നമുക്ക് ഹലാലല്ല. അതെന്ത് ചെയ്യരുത്, എൻ്റെ പേരിൽ ചെയ്യരുത്. നിങ്ങൾ വേറെ ആരുടെങ്കിലും എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ക്ലാസ്സുകളോ കാര്യങ്ങളോ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ദയവത്ത് ഉദ്ദേശിച്ചിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. എന്ത് ചെയ്യരുത്, അതിൽ പൈസ ഉണ്ടാക്കരുത്. നമ്മളുണ്ടാക്കണില്ല. നമുക്കങ്ങനെ വേണമെങ്കിൽ മാസത്തിൽ 1,00,000 റുപ്യൊക്കെ ഉണ്ടാക്കാനോ ഒപ്പുണ്ട് അതിൽ. പക്ഷെ വേണ്ട, നമ്മൾ വേണ്ടാന്ന് വെച്ചതാണ്. അങ്ങനെ ആർക്കെങ്കിലും ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം നമ്മൾ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്ന ആളുകളോട് അത് ഉണർത്താറുമുണ്ട്, ഇൻ കേസ് വല്ല മിസ്റ്റേക്കും വരികയാണെങ്കിൽ. അപ്പോൾ അത്തരം ലൈവിൻ്റെ ലിങ്കുകൾ കിട്ടും. ക്ലാസ് നടക്കുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പായിട്ട് നാട്ടിലത്തെ ലിങ്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉപയോഗിക്കുന്നവരോ യൂട്യൂബ് ലിങ്കൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 1.5 മണിക്കൂറിലെ ക്ലാസ് ഉള്ളൂ. നാട്ടിൽ 2.5-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ചില വിഷയാവതരണങ്ങളായിരിക്കും, പുതിയ പുതിയ വിഷയങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ തന്നെ വരണമെന്നില്ല, എവിടെയാണെങ്കിലും സൗകര്യമുള്ള നെറ്റ് ഉണ്ടെങ്കിൽ കേൾക്കാനും പറ്റും ലൈവ്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങളിലൊക്കെ നാട്ടിലും ഒക്കെ എല്ലായിടത്തും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന വിഷയം, ഞാനതിവിടെ പറയുന്നില്ല. അപ്പോൾ അതിലൊക്കെ നമ്മുടെ പെണ്ണുങ്ങളും ഉമ്മമാരും ഒരുപാട് നിങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്ന ദുആ ഒരു വലിയൊരു സംഭവമാണ്. കാരണം ഞാൻ മുമ്പ് ഇവിടെ ഈ വിഷയം സൂചിപ്പിച്ചിരുന്നു, അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ പ്രബോധകന്മാർക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി, കാരണം ദീനിൻ്റെ ദഅവത്ത് നിന്നു പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കക്ഷികളുണ്ട്. അപ്പോൾ അത് നിന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം സമൂഹത്തിന് വലിയ നഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ ദ്വാരക്കണം. എന്ത് ചെയ്യരുത്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് മുടങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അതിൻ്റെ ആരൊക്കെ അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്ക് അങ്ങനെ തോന്നാതിരിക്കാൻ, ഒരു വെറുതെ ഫിത്ന തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ദുആകളിൽ പ്രത്യേകം അതുകൂടെ ഒന്ന് ആഡ് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരുപാട് ആളുകൾ ദീൻ്റെ ദഅവത്തിൽ വ്യാപൃതരാണ്. അവർക്ക് കുട്ടികളും മക്കളും ജോലിയും ടെൻഷനൊക്കെ ഉള്ളവർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോവാൻ വേണ്ടി പലരും നമ്മുടെ ഇൻ ആൻഡ് ഔട്ട് പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ടാവരുത്. അതൊക്കെ ഉണ്ടാകുന്ന നഷ്ടം ദീനിനാണെന്ന് മനസ്സിലാക്കി അത്തരം ആളുകളൊക്കെ പിന്തിരിയണം. അതിനുവേണ്ടി അവർക്ക് നല്ല മനസ്സുണ്ടാകാൻ വേണ്ടി ഇതൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖൈറാക്കി കൊടുക്കട്ടെ. ആമീൻ.